അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഒരു വാക്ക് ഇംഗ്ലീഷാണ്, ഞാൻ മലയാളത്തിൽ പറയുകയും ചെയ്യാം. ഇംഗ്ലീഷ് മനസ്സിലാകാത്തവർക്ക് എൻ്റെ ആയിട്ടുള്ള മലയാളം. ഇഫ് യു ഹാവ് എ ഡ്രിങ്കിങ് പ്രോബ്ലം, വി ഹോപ്പ് ദാറ്റ് യു മേ പോസ് ഇൻ റീഡിങ് വൺ ഓഫ് ദ 42 പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് തിങ്ക്. നിങ്ങൾക്കൊരു മദ്യപാനം ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് ഈ 42 കഥകൾ വായിക്കുമ്പോൾ നമ്മൾ യെസ് ദാറ്റ് ഹാപ്പൻ ടു മീ, അത് എനിക്ക് സംഭവിച്ചതാണല്ലോ, ഓർ മോർ ഇമ്പോർട്ടൻറ്റ് കൂടുതൽ ഇതായിട്ട് യെസ് എനിക്കും ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്, എനിക്കും ആ രീതിയിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യെസ് ഐ ബിലീവ് ദിസ് പ്രോഗ്രാം ക്യാൻ വർക്ക് ഫോർ മീ ടു, ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാം എനിക്കും വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും പറയുക അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയുമാണ് നമ്മൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഞാൻ വന്ന സമയങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയ്യോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടെ, ഞാൻ കുടിച്ച കാര്യങ്ങൾ, ചാരായം കുടിച്ചതും ആ രീതിയിൽ പോയതും എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. സെൽഫ് പിറ്റി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഒരിക്കല് ഒരു സീനിയർ മെമ്പർ ഇതെല്ലാം മീറ്റിംഗ് കേട്ടതിന് ശേഷം എൻ്റെ അടുക്ക പറഞ്ഞു, ചന്ദ്രമോഹൻ, നീ ഇതിനകത്ത് മീറ്റിങ്ങിനകത്ത് വന്നിരുന്ന നിനക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ആരും നിനക്കൊന്നും കൊണ്ട് തരാൻ പോകുന്നില്ല. നിനക്ക് കാശ് പോയി ജോലി പോയാലും ഇങ്ങനെയൊന്നും തരാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഈ പ്രോഗ്രാം നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നിന്നെ സഹായിക്കുന്നു, നിന്നെ ഓരോ ദിവസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പ്രോഗ്രാം നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതൊരു പക്ഷേ വേറൊരാൾക്കൊരു ഒരു ഐഡന്റിഫിക്കേഷനോ അത് ഒരു സമാന പ്രശ്നമുള്ളൊരു വ്യക്തിക്ക് അതിൽ നിന്ന് മാറുന്നതിനോ സഹായകരമാവുന്നുണ്ട്. അത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒന്നുകിൽ ഞാൻ വന്നിട്ട് എൻ്റെ അറിവുകൾ പങ്കുവെക്കാനായിട്ട് എൻ്റെ തലച്ചോറിൽ നിന്ന് ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്തോ ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ചന്ദ്രമോഹൻ നല്ല അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോഗ്രാമിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ എന്താണ് ഷെയർ ചെയ്യേണ്ടത്. നേരത്തെ ബേസിൽ ABC ഞാൻ എങ്ങനെയുള്ള ആളായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അത് ഈ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല ടൈപ്പിലുള്ള മീറ്റിംഗ്സ് കേട്ടിട്ടുണ്ട്. ജനറൽ ഷെയറിംഗ് എന്ന് പറയും, പിന്നെ ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്, പിന്നെ ക്ലോസ്ഡ് മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുണ്ടെങ്കിലും ഞാൻ എന്ത് മെസ്സേജാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഷെയറിങ് ഒരു മെസ്സേജ്, ഞാൻ ഒരു ആൽക്കഹോളിക്കാണ്, അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നു, ഒരു പുതുമക്കാരനോ കുറച്ച് ആൾക്കാരെ കാണുമ്പോഴും ഒരു അട്രാക്ഷനും അതും ഇതുമൊക്കെ ഉണ്ടാവും. എങ്കിൽ തന്നെ ഞാൻ ഏത് രീതിയിൽ വരെ ഷെയർ ചെയ്യാം, എന്തുവരെ ഷെയർ ചെയ്യാം, ഏതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, ഇതിനൊക്കെ ഒരു അൺറിട്ടൺ ആയിട്ടുള്ളൊരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ഒന്ന്, നമ്മളിരിക്കുന്നത് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ആണ്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഓപ്പൺ മീറ്റിങ്ങിലോ ഈവൻ ക്ലോസ്ഡ് മീറ്റിങ്ങിലാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പിന്നീട് ചിലപ്പോഴത് ബാക്ക് ഫയർ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സ്പോൺസർ എന്നുള്ള അങ്ങനെയുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അത് ഷെയർ ചെയ്യാനായിട്ട് ഒരു സ്പോൺസറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഒരു ഇത് ഐഡന്റിഫിക്കേഷൻ കിട്ടാനായിട്ട് ശരിയാണ്. മിക്കവാറും ആൾക്കഹോളിക് സെൻസ് വന്നിരിക്കുന്നത് എല്ലാവരും കുടിച്ചിട്ടൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ആ കുടിച്ചതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ കഴിച്ച സാധനങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മളതിനെ അല്ലെങ്കിൽ പൊതുവെ ഡ്രങ്കലോഗ്സ്, കുടിക്കഥകൾ കേൾക്കുന്ന ഒരു രസമാണ്, ഒരു ചില കേൾക്കുന്ന രസമാണ്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ
പക്ഷെ അതല്ല. അപ്പൊ പിന്നീട് ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നത് ചിലർ പറയുമ്പോൾ ഞാൻ നഷ്ടപ്പെടും, ഞാൻ അത്രത്തോളം പോയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് പോവാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് ആണ്. പിന്നെ ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, കുടിച്ച എക്സ്പീരിയൻസ്. പിന്നെ വരുന്നത് ആ സ്ട്രെങ്ത് ആണ്. ഐ ഗോട്ട് ദ സ്ട്രെങ്ത് ഫ്രം ദ പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിന് എനിക്ക് കിട്ടിയ ശക്തി, ആ ശക്തി ഞാൻ ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെസ്സേജ് നമ്മൾ 12 ഹാവിങ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് ടോക്ക് വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ്. ഞാൻ ഈ മെസ്സേജാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനെ ഏത് രീതിയിൽ വേണേൽ എടുക്കാം, സ്പിരിച്വൽ അവേക്കനിങ് എന്നോ അല്ലെ. നമ്മൾ ബിഗ് ബുക്കിലൊക്കെ പറഞ്ഞിട്ട് കുടി നിർത്തുക എന്നുള്ള ഒരു തുടക്കം മാത്രമാണ്. അപ്പോഴെന്ത് നമ്മൾ പലപ്പോഴും ഒരു പുതുമക്കാരൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ ഫസ്റ്റ് 3 സ്റ്റെപ്സ്, മൂന്നാമത്തെ പടിയെക്കുറിച്ച് ചില മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഒന്നാമത്തെ പടി എങ്ങനെയാണ് ഒന്നാം പടി മനസ്സിലാക്കിയെന്നുള്ളത്. 1, 2, 3 പടികൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു ഇൻഫർമേഷൻ മാത്രമാണ്, ഒരു കിൻഡർ ഗാർട്ടൻ മാത്രമാണ് 1, 2, 3 പടികൾ. ഒന്നാമത്തെ പടിയില്ലാതെ ബാക്കിയുള്ള പോകാൻ പറ്റില്ല 100%. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് ഒരു ന്യൂ കമ്മർ മീറ്റിംഗ്സിലാണെങ്കിൽ ഷെയർ ചെയ്യുന്നു. അതല്ലാതെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലൊരു ഇന്റർ ഗ്രൂപ്പ് ആനിവേഴ്സറിക്ക് പോയി. അന്ന് ഇന്നില്ല ആ വ്യക്തി. അപ്പോൾ അദ്ദേഹമായിരുന്നു അതിന്റെ ഇതായിട്ട് മോഡറേറ്ററായിട്ട്. അപ്പൊ എന്തോ ടോപ്പിക് ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അപ്പം ഒരാളെ വിളിച്ചു. അദ്ദേഹം ഈ ഡ്രങ്കലോ കുടിക്കഥകൾ മാത്രം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ മോഡറേറ്റർ അവിടെ നിന്ന് പറഞ്ഞു, ഇതല്ല ടോപ്പിക്ക് എന്ന് പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്കൊരു ടോപ്പിക്ക് തന്നതാണ്, നിങ്ങൾ നേരത്തെ എഗ്രി ചെയ്തതാണ്. അദ്ദേഹം കുടിക്കഥകൾ സ്റ്റോപ്പ് ചെയ്തു. ഞാനൊക്കെ വളരെ തുടക്കക്കാരനാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കാര്യം. ഞാനൊരു ടോപ്പിക് ഷെയറിങ്ങിന് പോകുന്നത് വെച്ചാൽ ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഒരു ഡ്രങ്കലോ കേൾക്കാൻ എനിക്ക് എത്രയോ അവസരങ്ങളുണ്ട്. വേറൊരാളുടെ കുടിച്ച കഥകൾ മാത്രം കേൾക്കുന്നതിനെക്കാട്ടിലും എൻ്റെ റിക്കവറിയുടെ ഗ്രോത്തിന് വേണ്ടി എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ഇവിടുന്ന് എന്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ചില മീറ്റിങ്ങുകളിലെ വെളിയിൽ US-ലൊക്കെ ഒരു 3-4 മാസം പല മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ. ചില മീറ്റിങ്ങിൽ അവര് 7ാം പടിയെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ചെയർപേഴ്സൺ പറയുന്ന ഒരു വാക്ക് 7ാം പടി എടുത്ത ആൾക്കാർ മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിയാണ്, എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യുന്നത്, അല്ലെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും കുറെ പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതല്ല, എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ 7ാം പടി എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ളത്. അപ്പൊ പല രീതിയിലും ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഷെയർ ചെയ്യാവൂ, പിന്നെ ഒന്നൊരു ഓപ്പൺ ചാനൽ ഷെയറിംഗ് ഇതിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഓരോ ഷെയറിങ് ഒരു മെസ്സേജാണ് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. അല്ലെങ്കിൽ എന്തോ പറയാ, നമ്മളെല്ലാരും തന്നെ നമ്മുടെ ശബ്ദം കേൾക്കാനാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് പൊതുവെ. എൻ്റെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഷെയറിങ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ടൈമിങ്സ്, നമ്മൾ ബാക്കിയുള്ളവരെയും മീറ്റിങ്ങിൽ ബാക്കിയുള്ളവരുടെ വെച്ചാൽ ഞാൻ ദുബായിലൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോഴൊരു 3 മിനിറ്റ് ഷെയർ ചെയ്യാൻ സമയം കിട്ടുന്നത്. എന്നുവെച്ചാൽ അതുപോലെ ആൾക്കാരാണ് ജമ്പിൻ ഷെയറിംഗ് എന്ന് പറയാം. ആരെങ്കിലും വരും, അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സമയം കിട്ടിയെന്ന് വരില്ല ചില ജനറൽ ഷെയറിംഗ് സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് എക്സ്റ്റംപോറായിട്ട് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ തന്നെയും നമ്മൾ കുറച്ച് നാളില് എയിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചു, ഞാൻ എന്താണ് ഷെയർ ചെയ്തത്, ഞാൻ എന്തിനെ കുറിച്ചാണ് ഷെയർ ചെയ്തത്, പ്രോഗ്രാമിനെ കുറിച്ചാണോ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ
പലപ്പോഴും തമാശ രീതിയിൽ പറയാറുണ്ട്. ചില മീറ്റിംഗ്സിലൊക്കെ എന്നുള്ള 2 വാക്ക് കേൾക്കുന്നത് നമ്മുടെ പ്രിയാമ്പിൾ വായിക്കുമ്പോഴും മാത്രമാണ്. ആൽക്കഹോളിക്സ് ആൻഡ് ഫെലോഷിപ്പ് എന്നുള്ള. പിന്നീട് അതിന് ശേഷം ആ മീറ്റിംഗിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ കുറിച്ചോ, നമ്മുടെ ബേസിക് ടെക്സ്റ്റുകളെ കുറിച്ചോ, സ്പോൺസർഷിപ്പിനെ കുറിച്ചോ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെസ്സേജ് എന്താണെന്നുള്ളതിനെ കുറിച്ചോ, സ്റ്റെപ്സിനെ കുറിച്ചോ ഒരു വാക്ക് പോലും കേൾക്കാത്ത മീറ്റിങ്ങുകൾ. അപ്പൊ അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? തീർച്ചയായിട്ടും കൂട്ടായ്മ നമ്മളെ ഒരു പകുതി സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത് പ്രോഗ്രാമാണ്. അപ്പൊ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോകുമ്പോഴാണ് നമ്മൾ സ്പോൺസർ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ബിഗ് ബുക്ക്, ഇങ്ങനെ 2 പുസ്തകങ്ങളുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസ് 2 ബേസിക് അല്ലെങ്കിൽ ബേസിക് ടെക്സ്റ്റ് ഉണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ച് പറയുക. ആ ടെക്സ്റ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന പോലെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കുക. നമ്മൾ ടു ദൈൻ ഓൺ സെൽഫ് ബി ട്രൂ, എന്നോട് തന്നെ സത്യസന്ധനായിരിക്കാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. ഓണസ്റ്റി പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ HOW ഒക്കെ ഓണസ്റ്റി പ്രാക്ടീസ് ചെയ്യാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് എൻ്റെ എന്തോ പറയുന്നത്, നമ്മൾ പറയാറില്ലേ, മീറ്റിങ്ങിലോട്ട് കയറുമ്പോഴത്തേക്കുള്ള ഡിഗ്രീസ് ഒക്കെ പുറത്ത് വെച്ചിട്ട് കയറണമെന്നുള്ളത്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആ മീറ്റിങ്ങിന്റെ ഫോർമാറ്റിൽ, ആ മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ്, ഞാൻ ഏത് മീറ്റിങ്ങിലാണ് ഞാൻ ചെയ്യുന്നത്, ആ രീതിയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ നമ്മളുടെ കോൺഫിഡൻഷ്യാലിറ്റി, നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാൻസ് ആണ് പറയുന്നത്. സപ്പോസ് ഞാൻ വന്നിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള മീറ്റിങ്ങിൽ ചെല്ലുന്നു, ഞാൻ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഞാനൊരു ക്രൈം, ഒരു വലിയ ഹീനിയസ് ആയിട്ടുള്ള വലിയ പ്രശ്നമായിട്ടുള്ള ക്രൈം ചെയ്തു, ഞാൻ അവിടെ ഷെയർ ചെയ്യാണ്, ഞാൻ ഇന്ന പോലെ ഒരാളെ കുത്തി അല്ലെങ്കിൽ തല്ലി അയാള് ചത്തുപോവുകയൊക്കെ ചെയ്തു. നമുക്കറിയില്ല അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണെന്ന്. പുള്ളി ചിലപ്പം ആ സ്ഥലം, ആ ക്രൈം നടത്തിയ ഒരു സീനിയർ പോലീസ് ഓഫീസർ ആയിരിക്കാം. നമ്മള് ഇതിനകത്ത് മീറ്റിങ്ങിനകത്ത് പറയുന്നത് അവിടെ തന്നെ. ആ മനുഷ്യൻ നാളെ ഒരു പക്ഷേ ചിലപ്പോൾ ആ മീറ്റിങ്ങിൽ നിന്ന് തന്നെ, അങ്ങനെ ഉണ്ടാവണം എന്നല്ല പറഞ്ഞത്, ഈ പറഞ്ഞ വ്യക്തിയെ ചിലപ്പം ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നിരിക്കുക, കൊണ്ട് പോയിക്കൂടായില്ല. സോ അതുപോലെ തന്നെ പിന്നെ നമ്മള് ഈ ട്രങ്കലോഗിനകത്ത് ഇപ്പൊ ഒരു എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തെ കുറിച്ച് ചില ആൾക്കാരുടെ പേരൊക്കെ എടുത്ത്, സ്ത്രീകളുടെയൊക്കെ പേര് നമുക്കറിയില്ല. ചിലപ്പം അടുക്കളയിലിരിക്കുന്ന ആളുടെ പെങ്ങളോ ഭാര്യയായിരിക്കും ആ സ്ത്രീ. അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ തന്നെ ഒരു ലൈൻ, ഒരു രേഖ വരച്ചു വെക്കുന്നത് മീറ്റിങ്ങിൽ, ഓപ്പൺ മീറ്റിംഗ്സിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന വെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ് ഷെയർ ചെയ്യുന്നത്. 12 സ്റ്റെപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്താണ് പടികൾ, ഈ പടികളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് ആ പ്രോമിസസ് അല്ലെങ്കിൽ ആ റിസൾട്ട്, എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ള. ഇപ്പോൾ 9 സ്റ്റെപ്പ് പ്രോമിസസ് നമ്മൾ പറയുന്നത് പകുതി ദൂരം ചെല്ലുമ്പോൾ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ എനിക്ക് എന്താണ് കിട്ടിയത്, എങ്ങനെ എനിക്കത് കിട്ടി, ഞാനിപ്പോഴെങ്ങനെ ഈ സുബോധാവസ്ഥ എങ്ങനെ എൻജോയ് ചെയ്തു, എൻ്റെ ലൈഫ് എങ്ങനെ മാറി, എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ കൂടെ പോകുമ്പോൾ, സ്പോൺസറിന്റെ സഹായത്തോടു കൂടി, ഹയർ പവറിന്റെ സഹായത്തോടു കൂടി, ഈ ഫെലോഷിപ്പിന്റെ സഹായത്തോടു കൂടി, മീറ്റിങ്ങിന്റെ സഹായത്തോടു കൂടി, ബാക്കിയുള്ള ഓരോ മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെയും ഷെയറിങ്ങിൽ കൂടി. നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒരു മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ പലരും ഇതിനകത്ത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ത് പറയണം എന്നുള്ള ഇല്ല എങ്കിൽ തന്നെ എന്താണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത്, ഞാൻ അവിടെ മീറ്റിംഗ് കഴിഞ്ഞു വരുമ്പോൾ, ഞാൻ മീറ്റിങ്ങിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്, എന്ത് സ്ട്രെങ്ത് ആണ് എനിക്ക് അവിടെ കിട്ടുന്നത്, എന്ത് ഹോപ്പാണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു മീറ്റിംഗ് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ശക്തി കിട്ടുന്നു. അല്ലാണ്ട് ഈ കുടിച്ച കഥകളും ചാരായത്തില് കരിക്കും വെള്ളം ഒഴിച്ച് കഴിച്ച കഥകളും ഓടയിൽ കിടന്ന കഥകളും അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്.
അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ നിങ്ങൾ റിക്കവർ ചെയ്തു, നിങ്ങൾക്കുള്ളത് എന്താണ് ഇപ്പോഴുള്ളത്. നമ്മുടെ 5-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞു ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുള്ളത് പറയുന്നത്. എന്താണ് ഞങ്ങൾക്കുള്ള അട്രാക്ഷൻ, നിങ്ങളുടെ എന്ത് അട്രാക്ഷനാണ്, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് എൻ്റെ ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ചുമ്മാ എന്നിട്ട് ഇതാണ് എൻ്റെ മെസ്സേജ് എന്നുള്ളതല്ല. ഐ എം എ ലിവിങ് എക്സാമ്പിൾ. ഞാൻ ഈ ലൈഫ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഇന്നൊരു പ്രോബ്ലം എനിക്കുണ്ടായി, പിന്നെ പ്രോബ്ലം ഉണ്ടായി ഒരൊറ്റ വാക്കിൽ പലപ്പോഴും പറയുന്നത്, ഞാൻ ജനറലൈസ്, ഇന്ന് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായി, പക്ഷെ ആൽക്കോളിക്സ് അനോണിമസിലായിരുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഊരി. എന്റെ ചന്ദ്രമോഹൻ, ആൽക്കോളിക്സ് അനോണിമസിലെ പ്രോഗ്രാം എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്തു? ജനറലൈസ് ചെയ്ത് പറയാം, ആൽക്കോളിക്സ് അനോണിമസിലായിരുന്നത് കൊണ്ട് നീ അതിൽ നിന്ന് മാറി എന്ന്. അതിന്റെ അർത്ഥം നീ കുടിക്കാതിരുന്നോണ്ട് മാറി എന്ന് പറഞ്ഞാൽ ശരിയാ. കുടിക്കാതിരുന്നോണ്ട് നീ കൂടുതൽ പ്രശ്നങ്ങൾ, പക്ഷെ അതിനെ നീ എങ്ങനെ ആ പ്രോബ്ലത്തെ നീ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഓരോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്, എന്തെങ്കിലും മുന്നിൽ വരുന്നത്. അതിന് എന്ത് ടൂളാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ, എന്ത് ഇതാണ് നീ യൂസ് ചെയ്തത്? അതറിയാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് അപ്പം വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ഭാര്യയായിട്ടൊരു പ്രശ്നമുണ്ടായി, എന്തെങ്കിലും വലിയ വഴക്കുണ്ടായി, ഒരു ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം വന്നു. അത് നീ എങ്ങനെ, നീ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി? എനിക്കറിയാം ആങ്കർ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ റിസെന്റ്മെന്റിലാവും, അത് കൂടുതൽ പ്രശ്നമാവും, എസ്കലേഷൻ ആവും. പ്രോഗ്രാമിനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ സൈലന്റായി കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയി സമാധാനത്തിൽ സംസാരിച്ചു. എനിക്കറിയാം ഒരു ആൽക്കഹോളിക്കായ എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എനിക്ക് ചില ന്യായീകരണങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ജസ്റ്റിഫയബിൾ ആങ്കർ എന്ന് തന്നെ പറയും, ന്യായീകരിക്കത്തക്കുള്ള ദേഷ്യം പോലും പലപ്പോഴും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. എന്റെ മുന്നിൽ പോയ ആൾക്കാർ പറഞ്ഞു അത് കൂടുതൽ പോയാൽ അപകടമാണ് ചന്ദ്രമോഹൻ. പ്രോഗ്രാം എൻ്റെ അടുക്കൽ പറഞ്ഞു പിന്നെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ എപ്പോഴും ഒന്ന് ആലോചിക്കുക, ഞാൻ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷെയർ ചെയ്യാം. ഒരു ലിറ്ററേച്ചർ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ലിറ്ററേച്ചർ സ്റ്റഡി ഇന്ന ഒരു ബുക്കിനകത്ത് ഇന്നതുണ്ട്, സംഭവങ്ങളുണ്ട് എന്നുള്ളത്. അതല്ലാതെ അപ്പം ഒരു ടോപ്പിക്, പിന്നെ റിക്കവറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, പിന്നെ സ്റ്റെപ്പ് 8 എങ്ങനെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു, അല്ലെ അമൻസ്, ഞാൻ എങ്ങനെ അമൻസ് ചെയ്തു, മരിച്ചവരോട് ഞാൻ എങ്ങനെ അമൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ അത് ഞാൻ എങ്ങനെ ചെയ്തു, അതിന്റെ പ്രോഗ്രാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ടു ഷെയർ ദാറ്റ്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നൊരു സംഭവം ഉണ്ടായി, ഇന്നോലെ എനിക്ക് റിസെന്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്നോലെ എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ അല്ലെ അമ്മാവനോട് പുള്ളി മരിച്ചു, ഞാൻ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പറയുന്നത്, റൈറ്റ് എ ലെറ്റർ. അതൊരു പുതിയ അറിവാണ്. പുതിയതായിട്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു പുതിയ അറിവാണ് ഒരു കത്തെഴുതുക എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും നമ്മളൊരു ഒരാളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദ ലൈൻ അല്ലെ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. പക്ഷെ ഒരു മീറ്റിങ്ങിനകത്ത് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ 2-3 കാര്യങ്ങൾ, സമയം എന്നുള്ളത്, ഇപ്പോൾ ചില പേഴ്സൺ പറയാണ് 10 minutes, തീർച്ചയായിട്ടും നമ്മൾ ടൈം പങ്ക്ച്വാലിറ്റി, ആ 10 മിനിറ്റ് എന്ന് വെച്ചാൽ 10 മിനിറ്റ് ആ സമയത്ത് നിർത്താൻ. അതല്ല എനിക്ക് കൂടുതൽ പറയാനുണ്ട് എന്നുള്ളതല്ല, 10 മിനിറ്റ് ബാക്കിയുള്ളവരും ഉണ്ട് അതിനകത്ത് പറയുന്ന. അത് നമ്മൾ അതിൽ ആ സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിലോ ഇല്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല ഒരു ടോപ്പിക് പറയണേ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാനുള്ള, ഹോണസ്റ്റ് ആയിട്ട് പറയാനുള്ള ഇത്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എങ്ങനെയാണെന്നുള്ളതിന്. അല്ലെ നാലാം പടിയെ കുറിച്ച് ഞാൻ 4-ാം പടി ചെയ്തിട്ടില്ല പറയാനുള്ളൊരു ഇത്, ഞാൻ 4-ാം പടി ചെയ്തിട്ടില്ല. അല്ല സ്പോൺസറിനെ കുറിച്ച് എനിക്കൊരു സ്പോൺസർ ഇല്ല, പിന്നെ എങ്ങനെ ഞാനൊരു സ്പോൺസർഷിപ്പിനെ കുറിച്ചോ അല്ലെ സ്പോൺസിയെ കുറിച്ചോ എന്നുള്ളത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ആലോചിക്കുക. അത് ഞാനൊരു ഇമാജിനറി ആയിട്ടുള്ള സംഭാഷണങ്ങളാണ്. എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യമാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മളുടെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുമ്പോൾ, കാരണം അത് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേൾക്കുക നമ്മൾ എന്താണെന്നുള്ളത്. ചില ഒരു കനോട്ട് ബുൾഷിറ്റ് അനദർ ആൽക്കഹോളിക് എന്ന് പറയത്തില്ല, എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പുറത്തിരുന്ന ഒരു ആൽക്കഹോളിക്കാണ്, അയാൾക്കും അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അയാള് എന്നെക്കാളും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെക്കാളിലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെക്കാളിലും ഒരുപടി കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുക.
ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള, അവരുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ പ്രോഗ്രാം അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു വീണ്ടും ഞാൻ പറയുന്ന ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല. ഇപ്പം ഇങ്ങനെ ഷെയർ ചെയ്യരുത്, അങ്ങനെ ഷെയർ ചെയ്യരുത്, അത് ഇല്ല ഉള്ളതല്ല. ചില മീറ്റിംഗ്സിൽ കേട്ടിട്ടുണ്ട്, ചില ക്രോസ് ടോക്ക് പാടില്ല, അല്ലെങ്കിൽ പ്രൊഫാനിറ്റി, മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യരുത്. ചിലപ്പോൾ വന്നു പോകും. പക്ഷെ എന്നാലും ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം വെളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ 4 ലെറ്റർ വേർഡൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നത്. എന്നാലും പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യാൻ ഒഴിവാക്കുക എന്നുള്ളത്. അത് പൊതുവെ മാറും. ആ വാക്കുകൾ നമ്മുടെ വൊക്കാബുലറിയിൽ തന്നെ മാറ്റം വരും. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ കൂടുതൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയിൽ വ്യത്യാസം വരും. നമ്മൾ അറിയാതെ തന്നെ വരും. വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്. അതുപോലെ കൺസിഡറേറ്റ് ആവുക. മറ്റുള്ളവരെ ഒരു ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിലൊക്കെ ഇൻകൺസിഡറേറ്റ്, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വരും. എനിക്ക് തോന്നുന്നു അപ്പം ഈ ABC എന്ന് പറയുന്ന, ABC എന്ന് പറഞ്ഞ 1-2 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത്. ഞങ്ങൾ എങ്ങനെ ഉള്ളവരായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിനകത്തെല്ലാം നമ്മുടെ സ്റ്റോറീസ് 4 എഡിഷൻ സ്റ്റോറീസ് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ്. അതിന് കുറച്ചൊരു സ്റ്റോറി പാർട്ട് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അതിനകത്ത് കുറച്ച് അവരുടെ ഒരു സ്റ്റോറി പാർട്ട് ഉണ്ട്, അവരേൽ വന്നൊരു ഭാഗമുണ്ട്, അതിനുശേഷം ഇപ്പോൾ അവരെങ്ങനെയാണെന്ന്. ഈ ഒരു 3 പാർട്ടായിട്ടാണ് മിക്കവാറും എല്ലാ സ്റ്റോറീസും ബിഗ് ബുക്കിനകത്ത് കൊടുക്കുന്നത്. പല മീറ്റിംഗ്സിലും നമ്മുടെ ഈ ചാപ്റ്റർ ഈ സ്റ്റോറി വായിച്ചിട്ട് ഡിസ്കഷൻ മീറ്റിംഗ് ചെയ്യാൻ പറ്റും. സ്റ്റോറി വായിച്ചിട്ട് ചില ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത്, ആദ്യം ഞാൻ വായിച്ചിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഇതായിരുന്നല്ലോ എനിക്ക്, ഇതിൽ നിന്ന് മാറാൻ ഈ ഒരു ഇതുണ്ട്. പല യൂസ് ചെയ്യുന്ന ആക്സെപ്റ്റൻസ് പ്രയർ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ഷെയറിങ്ങിനകത്തും നമ്മൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താ ക്യാരിങ് ദ മെസ്സേജ്, ഞാൻ മെസ്സേജ് ക്യാരി ചെയ്യുന്നു മീറ്റിംഗിൽ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മെസ്സേജ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ആ ഒരു തലത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ നടന്നത് ടേക്സ് ടൈം, ഇതിന് സമയമെടുക്കും. ചില പിന്നെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് ഡാമേജുകളെല്ലാം മാറി വരാനായിട്ട് ഒരു 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 സമയമെടുക്കും. ഒരു റീസണബിൾ ടൈം, ഒരുപാട് റീസണബിൾ ടൈം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ, നമുക്ക് വാട്ട് ടു ഷെയർ, വാട്ട് നോട്ട് ടു ഷെയർ എന്നുള്ളതിനെ കുറിച്ച്, എന്ത് മീറ്റിംഗിൽ എന്ത് ഷെയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊരു നേരത്തെ വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് പലപ്പോഴും ഞാൻ പറയാം, എൻ്റെ മീറ്റിംഗിലിരിക്കുന്നു, ചില ഷെയറിംഗ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ മനസ്സിൽ ചില വിഷമം തോന്നും. ഞാൻ ഒരു ഉദാഹരണങ്ങൾ കൂടെ പറയാം. നമ്മൾ ഷെയർ ചെയ്യുന്നത് പുതിയതായിട്ട് വന്ന ഒരാൾക്ക് നമ്മൾ മെസ്സേജ് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആരെയും കുറ്റപ്പെടുത്തി പറയാനുള്ള ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ആനിവേഴ്സറിക്ക് വന്നിട്ട് അദ്ദേഹം ഷെയർ ചെയ്തത് വിഷമം തോന്നി. പുള്ളി പറഞ്ഞത്, എനിക്ക് ഇതുവരെ ഒരു സ്പോൺസറെ, എനിക്ക് യോഗ്യനായ ഒരു സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്ത് മെസ്സേജാണ് ആ വ്യക്തി, അത്രയും വർഷമായ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ളത്? ആ മെസ്സേജ് കേൾക്കുന്നത് കാരണം അയാൾ ഇപ്പൊ ഇത്രയും കൊല്ലമായി, എന്ത് സ്പോൺസറിന്റെ ആവശ്യമില്ല. ഈ പ്രോഗ്രാമിൽ എന്നിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, സർവീസിലേക്ക് മാത്രം പോയാൽ രക്ഷപ്പെടാം. എന്ത് മെസ്സേജാണ്? ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ബിഗ് ബുക്ക് ഉണ്ട്, ഫെലോഷിപ്പ്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഷെയർ ചെയ്യാൻ, ആ പ്രോഗ്രാം നമ്മൾ പോയതിനെ കുറിച്ചുമൊക്കെ ബാധ്യസ്ഥനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നോക്കിയിട്ട്